ഒരു മയക്കുമരുന്ന് വേട്ടയുടെ വാർത്ത കൂടി ഈ ദിനത്തിൽ വരികയാണ്. രാവിലെ ഒരു വാർത്തയുണ്ടായിരുന്നു. അതെ, കഞ്ചാവ് പിടികൂടിയത് കോഴിക്കോട് നിന്ന്. കോഴിക്കോട് വീണ്ടും വൻ MDMA വേട്ട. 780 ഗ്രാം MDMAയുമായി യുവാവിനെ പിടികൂടി. ചാലിയം സ്വദേശി സിറാജാണ് പിടിയിലായിട്ടുള്ള രാഹുൽ കെ വിജയൻ. രാഹുൽ, ഇയാളുടെ പശ്ചാത്തലം എന്താണ്? ഈ കടത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോകുമോ, അതോ ഇവിടെ ഈ അന്വേഷണം തീരുമോ പതിവ് പോലെ? കോഴിക്കോട് നഗരത്തിൽ സമീപ നാളുകളിൽ നടക്കുന്ന ഏറ്റവും വലിയ MDMA വേട്ടയാണിത്. 780 ഗ്രാം MDMA ആണ് പിടികൂടിയിട്ടുള്ളത്. ചാലിയം സ്വദേശി സിറാജാണ് MDMA കടത്തിക്കൊണ്ടുവന്നത്. പോലീസും ഡാൻസാഫും ചേർന്ന്, അതായത് ടൗൺ പോലീസും ഡാൻസാഫും ചേർന്നാണ് ഈ പ്രതിയെ പിടികൂടിയത്. ട്രെയിനിലാണ് MDMA കൊണ്ടുവന്നത് എന്നതാണ്. ഡൽഹിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവരികയായിരുന്നു, വിൽപ്പനയായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ്. ഇയാൾ വസ്ത്രവ്യാപാരം, തുണിക്കച്ചവടമൊക്കെ നടത്തുന്നയാളാണ്. അതിൻ്റെ മറവിൽ തുണിയെടുക്കാനെന്ന പേരിൽ ഡൽഹിയിലേക്ക് പോയി അവിടെ നിന്ന് ഈ തിരുവനന്തപുരത്തേക്കുള്ള നിസാമുദ്ദീൻ എക്സ്പ്രസിൽ MDMA ആദ്യം കയറ്റുകയാണ് ഉണ്ടായത്. ഇയാൾ പിന്നീട് ഡൽഹിയിൽ നിന്ന് ഗോവയിലേക്ക് വിമാനത്തിൽ വന്നു. ഗോവയിൽ നിന്ന് ഈ ട്രെയിനിൽ കയറി അങ്ങനെ ഈ MDMAയുമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സമയത്താണ് ഡാൻസാഫും പോലീസും ചേർന്ന് പിടികൂടിയിട്ടുള്ളത്. സിറാജ് ഇതിനു മുൻപ് ഹിമാചൽ പ്രദേശിൽ ഒരു MDMA കേസിൽ ഉൾപ്പെട്ട് 10 മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് എന്നതാണ്. ഇപ്പോൾ പോലീസ് ഇവിടെയുള്ള മത്സരമൊക്കെ തയ്യാറാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. ഇതിനു മുൻപും MDMA കേസിൽ ഉൾപ്പെട്ടയാളായതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഹിമാചലിലാണ് ആ കേസ്. 10 മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു എന്നതുകൂടിയാണ്. കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്ന ആർക്കൊക്കെയാണ് MDMA വിൽപ്പന നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ലക്ഷങ്ങൾ വിലമതിക്കുന്ന 30 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നാണ് പിടികൂടിയിട്ടുള്ളത്. ഡൽഹിയിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇവിടെ എത്തിച്ചുള്ള വിൽപ്പനയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. പ്രതിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്യുക. രതീഷ്.